ഹലോ, ഞാനിന്ന് ബൂന്തി വച്ചിട്ടുള്ള ലഡ്ഡുവാണ് ഉണ്ടാക്കുന്നത്. ബൂന്തി കൊണ്ട് ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എപ്പോഴും നമ്മുടെ ഈ ലഡ്ഡു കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ഫെസ്റ്റിവൽ സീസണിലാണ് നല്ല സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വല്ലപ്പോഴൊക്കെ കഴിക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ അല്ലേ. അപ്പോൾ ഇതുമാതിരി നമുക്കത് ഉണ്ടാക്കി നമ്മുടെ ആഗ്രഹത്തിനൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം കേട്ടോ. ലഡ്ഡു ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ബൂന്തി ഉണ്ടാക്കണം. ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇടുവാണ്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ജലേബി കളറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല മാതിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല മാതിരി ഇത് മിക്സ് ചെയ്യാം. ബൂന്തി ഞാൻ എപ്പോഴും ഞാൻ വീട്ടിനകത്ത് തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നത് കേട്ടോ. ഒരിക്കലും ഞാൻ കടയിൽ നിന്ന് മേടിക്കാറില്ല. മാർക്കറ്റിൽ കിട്ടും പാക്കറ്റിൽ, പക്ഷെ ഞാനത് മേടിക്കാറില്ല. ബൂന്തിയുടെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എപ്പോഴും അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ. അതാണ് എനിക്ക് എളുപ്പം. ഓക്കെ, ഈ കടലമാവ് കലക്കുമ്പോൾ നമുക്കത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനുള്ളത്. കാരണം എന്താണെന്നറിയാം, ഒത്തിരി അങ്ങോട്ട് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒത്തിരി തിക്കായി വരാനും പാടില്ല കേട്ടോ. ഇനി ഇത് ഇച്ചിരി തിക്കാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഒരു 1/2 സ്പൂൺ വെള്ളം കൂടി ഒഴിക്കണം. 1/2 ടീസ്പൂൺ. വളരെ കുറച്ച് വെള്ളമായിട്ട് വേണം നമുക്ക് ചേർക്കേണ്ടത്. ഈ കൺസിസ്റ്റൻസി എടുക്കണം കേട്ടോ. ഇതുമാതിരി അടുത്തതായിട്ട് ഞാൻ കുറച്ച് എണ്ണ കുക്കിംഗ് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഞാൻ ചൂടാക്കിയിരിക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ചൂടാക്കാൻ. ഇനി അടുത്തത് ഞാൻ ബൂന്തി ഉണ്ടാക്കുന്ന ഇതുമാതിരിയുള്ള ഒരു പാത്രത്തിലാണ്. ഇത് ഹാൻഡിലൊക്കെ ഉള്ളതുകൊണ്ട് എളുപ്പമാണ് കേട്ടോ. അത് നമുക്ക് കൈയൊന്നും ചൂടാകാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കടലമാവൊന്ന് ഒഴിക്കാം കേട്ടോ. അല്പാൽപ്പമേ ഒഴിക്കാവൂ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കും കടലമാവ് ഒഴിക്കുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിം ആക്കണം കേട്ടോ. ഇത് മൂത്തിട്ടുണ്ട്, ബബിൾസ് ഒക്കെ നിന്നു. ഇത് നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഇതുമാതിരി കടലമാവ് കലക്കി വെച്ചിരിക്കുന്ന കടലമാവ് മൊത്തം ഇതുമാതിരി ബൂന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അല്പം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരി കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമുക്കത് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബൂന്തി ഉണ്ടാക്കുന്ന ജോലി കഴിഞ്ഞത് ഇത് മൊത്തം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അടുത്ത സ്റ്റെപ്പാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം, ലഡ്ഡു ഉണ്ടാക്കാനുള്ള. ഓക്കെ, ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. മീഡിയം ലെവലിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അലിയിച്ചെടുക്കാം കേട്ടോ. ഷുഗർ സിറപ്പ് ഈ പരുവത്തിലാവുമ്പോഴേ കേട്ടോ, ഒരു നൂൽ പരുവത്തിലാവുമ്പോഴത്തേക്കും അല്പം ഒരു പിഞ്ച് സോൾട്ട് ചേർക്കാം. ഞാൻ ചേർക്കുന്നതാണ്, അത് ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ആവശ്യമില്ല കേട്ടോ. പിന്നെ അല്പം ഒരു ഏലക്ക പൊടിച്ചാണ്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അല്പം ഒരു പിഞ്ച് കളറും കൂടി ചേർക്കാം കേട്ടോ, ജലബി കളറ്. നേരത്തെ കടലമാവിനകത്ത് ചേർത്ത മാതിരി ഇതിനകത്ത് ചേർക്കാം കേട്ടോ. നല്ല മാതിരി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൂന്തി ഒന്ന് തട്ടി കൊടുക്കാം. അതിലേക്ക് ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള കേട്ടോ. ഞാൻ കിസ്മിസ് എടുത്തിട്ടുണ്ട്, കറുത്ത കിസ്മിസാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 2-3 ഗ്രാമ്പും കൂടി ചേർത്താൽ ഒത്തിരി നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ഫ്ലേവർ കിട്ടും. ഇതുകൂടി ഇട്ട് നല്ല മാതിരി ഒന്ന് ഇളക്കാം കേട്ടോ.
ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം കേട്ടോ. ഇത് തണുത്ത് കുറച്ച് കഴിഞ്ഞിട്ടപ്പോൾ തണുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇനി നമുക്കിതൊന്ന് പതുക്കെ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇതുമാതിരി ഇങ്ങനെ നല്ല ലഡ്ഡു ആക്കിയെടുക്കാം കേട്ടോ. ഇതുമാതിരി ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുമാതിരി നമുക്കിത് മുഴുവനും നമുക്കിതിൽ നിന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ലഡ്ഡുവാക്കിയെടുക്കാം. അപ്പോൾ ബൂന്തിയുടെ ലഡ്ഡു തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ലാസ്റ്റിലൊന്ന് ഉരുട്ടിയെടുക്കുന്ന ഒരു ഭാഗം മാത്രമേ ഇച്ചിരി ഒന്ന് നമുക്കത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം വളരെ ഈസി സ്റ്റെപ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ.